Okay, thank you so much. Happy birthday. സായി കൂടി ഒരു പാട്ട് അറിയാത്ത ഭാവം അരികത്തു നിന്ന പാതിരാകുളം ഉള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം മുനയുള്ള പൂവി മദനന്റെ നില്ലേ മലരമ്പ് പോലെ നിറമുള്ള നാണം വിടരുന്ന പരുവം മനസ്സിനുള്ളിൽ സലമ സലമ സലമ. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ അപ്സര സ്പെഷ്യൽ ഒക്കേഷൻ. ജീവിതത്തിൽ ഇതേപോലെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്സര, അതായത് 28 വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്സര ബർത്ത്ഡേ ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ച ദിവസം നമ്മൾ തല്ലുണ്ടായിരുന്നല്ലോ, അന്നാണ് അപ്സര ആദ്യമായിട്ട് അറിയുന്നത്. അതായത് അപ്സരയെ ബിഗ് ബോസ് ഹൗസിൽ തോൽപ്പിച്ച ഒരു സ്ട്രോങ് ഗെയിം എന്നുള്ള നിലയിൽ ഞാൻ ഉള്ളത് അഭിമാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ അപ്സര വൺസ് അഗൈൻ. ഓക്കെ, അപ്സരയ്ക്ക് 2 വാക്കുകൾ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ശുഭങ്ങളൊക്കെ ദിവസമാണ്. അയ്യോ, 2 വാക്കല്ല. ആക്ച്വലി എനിക്ക് എത്ര പറഞ്ഞാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമാണ് ഇത്രയും ഗ്രാൻഡായിട്ടൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട്, പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത് ഈ വർഷമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാവരും നമ്മൾ ഈ ഒരു ഗ്രൂപ്പുണ്ട്, എൻ്റെ പറയുന്നത് ആ ഗ്രൂപ്പിൽ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ചർച്ചയിന്മേലാണ് ഇന്ന് ഈ ഒരു ഇവൻറ്റ് ഇതുവരെ എനിക്ക് നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. കാരണം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ലൈഫിൽ അങ്ങനെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കളൊന്നും അങ്ങനെ സുഹൃത്തുക്കളെ, പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും അങ്ങനെ അധികം ഇല്ലാത്ത ആളാണ്. പക്ഷേ എനിക്കൊരു ടിവിയിൽ നിന്ന് എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ നേടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കിങ്ങനെ ഒരു കുറേ ആൾക്കാരെ കിട്ടി എൻ്റെ ലൈഫിൽ. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ലൈഫ് ലോങ് ഇവർ എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. കാരണം പല തിരക്ക്, അത്യാവശ്യം പുറത്തിറങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ്, എല്ലാവരും നല്ല തിരക്കാണ്. ഇപ്പം അല്ല, ഇൻ്റർവ്യൂസ് ആയാലും ഇവൻ്റ് ആയാലും അല്ലാതെ അവരുടെ വ്യക്തിപരമായ കുറേ തിരക്ക്